വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റേഡ്. സുഖം എല്ലാവർക്കും. ഞാൻ വന്നിരിക്കുന്നത് ഒരു സംഗതി കാണിച്ചു തരാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഇത് അറിയാം എല്ലാവർക്കും, ഇതെല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ. ഇത് നമ്മൾ കർക്കിടകത്തിലൊക്കെ എന്താ പറയണ്ട, ദശപുഷ്പങ്ങളിൽ പെടുന്നതാണല്ലേ ഇത്, ചെറുള അല്ലേ. അപ്പോൾ ഇത് ഞാൻ എന്താണെന്നറിയാം, ഞങ്ങളിവിടെ പറമ്പത്ത് ഒരാൾ വരാനുണ്ട്. ഇങ്ങനെ കുറേ ഔഷധ സസ്യങ്ങളൊക്കെ പറിച്ചിട്ട് കൊണ്ടുപോകും. ആവണക്കിൻ്റെ ഇല, അതുപോലെ ഇത് ചെറുള, പിന്നെ പൂവാങ്കുരുന്നില, പിന്നെ അതുപോലെ ബ്രഹ്മി, അങ്ങനെയുള്ള കുറേ സംഗതികൾ ഈ ഏട്ടൻ എടുത്തിട്ട് കൊണ്ടുവന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന് ചെറുള എന്ന് മാത്രമല്ല കേട്ടോ, ഇതിന് പല പേരുകളിലും അറിയപ്പെടുന്ന ഔഷധ സസ്യമാവില്ല ഇത്. ഇതിന് ബലിപ്പൂവ് എന്ന് പറയും, അതുപോലെ കല്ലുരുക്കി. ബലിപ്പൂവ് എന്ന് പറയാൻ കാരണം നമ്മൾ ഹിന്ദുക്കൾ ബലി തർപ്പണത്തിനൊക്കെ ഇത് യൂസ് ചെയ്യുന്ന പറയുന്നത് കേട്ടോ, ഇത് ഉപയോഗിക്കുന്ന പറയുന്നത്. അതുപോലെ പിന്നെ ഇത് നമ്മൾ തലയിൽ ചൂടിക്കഴിഞ്ഞാലില്ല പോലും പിന്നെ ആയുസ്സും ആരോഗ്യം വർദ്ധിക്കുന്ന പറയുന്നത്. പിന്നെ അതുപോലെ ഓർമ്മശക്തി വർദ്ധിക്കാൻ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ പൂവ് ഇത് അരച്ചിട്ട് പിന്നെ തേനിൽ ചാലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് അരച്ച് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഓർമ്മശക്തി വർദ്ധിക്കും എന്ന് പറയുന്നത്. അതുപോലെ വലിയൊരു സംഗതിയാണ് മൂത്രത്തിക്കല്ല്. നമുക്ക് പലർക്കും ഭയങ്കരമായിട്ട് പ്രശ്നമാണല്ലേ, മൂത്രത്തിക്കല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് തേനിലോ അല്ലെങ്കിൽ പാലിലോ ഒന്ന് ചാലിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മൂത്രത്തിക്കല്ല് കുറയുന്ന പറയുന്നത്. മൂത്രത്തിക്കല്ല് മാറാൻ വലിയൊരു അതുകൊണ്ടാണ് അത്ര ഇനി കല്ലുരുക്കിന്നും കൂടി പേര് പറയുന്നത് കേട്ടോ, പേര് വന്നത്. പിന്നെ ഓർമ്മശക്തിക്ക് പിന്നെ ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് നടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉള്ളവർ ഇത് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാവുമല്ലോ. ഇത് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നടുവേദന മാറുന്നതാണ് പറയുന്നത്. അങ്ങനെ കുറേ എന്തൊക്കെയോ ഒരുപാട് സംഗതികൾ ആ ഏട്ടൻ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. എല്ലാവർക്കും അറിയോ ഇതിനെ പറ്റിയിട്ടുള്ളത്? നമുക്ക് ദശപുഷ്പങ്ങൾ പെട്ടതാണെന്ന് അറിയാം അല്ലേ, അതേ എനിക്കറിയുള്ളൂ. ബാക്കിയൊക്കെ ആ ഏട്ടൻ പറഞ്ഞെന്ന് അറിവാണ് കേട്ടോ. പിന്നെ വേറൊരു സംഗതി ഇത് അവർ എണ്ണ കാച്ചുമ്പോഴൊക്കെ എടുക്കുന്ന പറയുന്നത്. പിന്നെ പൂവാങ്കുരുന്നില, പിന്നെ വേറെ എന്തോ ഒരു പേരും കൂടി ഇതിന് പറഞ്ഞാകട്ടെ. കണ്ടോ, ഒരു വയലറ്റ് പൂവാണ് കണ്ടോ, വയലറ്റ് പൂവാണ് ഇതിൻ്റെ മുകളിൽ കണ്ടോ. ഇതിന് പൂവാങ്കുരുന്നില, ഇതിൻ്റെ ഇല, ഇതിൻ്റെ വേര് ഒക്കെ അരച്ചിട്ട് നമ്മൾ എണ്ണയിൽ തേച്ച് ഇതായി കഴിഞ്ഞാൽ മുടി വളരാനോ, അതുപോലെ വേറെ എന്തെല്ലോ പറഞ്ഞാൽ എനിക്ക് വിട്ടുപോയി. അങ്ങനെയുള്ള കുറേ ഇതും നല്ല ഔഷധ സസ്യമെന്നാണ് പറയുന്നത്. അറിയാം എല്ലാവർക്കും? എല്ലാവരും ഇത് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ എണ്ണ കാച്ചുമ്പോൾ ഒക്കെ ഉപയോഗിച്ചോ കേട്ടോ. എണ്ണയൊക്കെ കാച്ചുമ്പോൾ എണ്ണയിൽ ചേർത്താൽ മതി, കാച്ചെണ്ണയിൽ. പിന്നെ വേറെ എന്തൊക്കെയോ ആ ഏട്ടൻ പറഞ്ഞു അതിന്. ഓക്കെ, ഇത് കാണിച്ചു തരാൻ വേണ്ടി വന്നതായിരുന്നു വീഡിയോയിൽ. ആ ഏട്ടൻ ഇന്ന് നേരത്തെ പറിച്ചിട്ട് കൊണ്ടുപോയപ്പം തന്നെ ഞാൻ ഒരു തണ്ട് ഏട്ടൻ്റെ അടുത്ത് വാങ്ങിയതാണ്. എല്ലാം ഇഷ്ടം പോലെയുണ്ട് ഈ പറമ്പത്ത്. ഇത് പിന്നെ അതുപോലെ എന്താ പറയണ്ടേ, വേറെ ഒരു സംഗതിയും കൂടി അദ്ദേഹം പറിച്ചിന്. കീഴാർനെല്ലി ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ചില്ല, അതൊക്കെ ഏട്ടൻ കൊണ്ടുവന്നു ചാക്കിലാക്കിയിട്ട്. ഒരു ചാക്ക് എടുത്തിട്ട് അവർ അതിൽ നിറയെ ഇടുന്ന് മാസം മാസം വന്നിട്ട് ഇങ്ങനത്തെയൊക്കെ പറിച്ചിട്ട് കൊണ്ടുപോകും. അപ്പം നോക്കുമ്പോൾ ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട് നമ്മളിവിടെ അടുത്ത് തന്നെ, അവിടത്തേക്കുള്ളതാണ് എന്ന് പറഞ്ഞ് കിഴി കെട്ടാനും അതുപോലെ ഇങ്ങനെയുള്ള കഷായങ്ങളിലൊക്കെ അങ്ങനെയുള്ള എന്തിനൊക്കെയോ ഉപയോഗിക്കുന്ന പറയുന്നത് ഇത്. ഓക്കെ, ബൈ.